ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്ന് നോക്കുന്നത് 7ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കാണ്. അതിലെ 2ാമത്തെ യൂണിറ്റായ ഇമാജിനേഷൻ. അതിൽ വരുന്ന ഫസ്റ്റ് ചാപ്റ്റർ എ ഡോൾസ് ജേണി. എ ഡോൾസ് ജേണി എന്നതിൻ്റെ ആക്ടിവിറ്റീസിൻ്റെ ക്ലാസ്സാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എ ഡോൾസ് ജേണിയുടെ പാർട്ട് 2 ക്ലാസ്. പാർട്ട് 1 ക്ലാസ്സിലാണ് നമ്മൾ ഇതിൻ്റെ കംപ്ലീറ്റ് മലയാളം എക്സ്പ്ലനേഷൻ, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ പാർട്ട് 2 ക്ലാസ്സാണ്. ഇതിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അതായത് ഒന്നും നമ്മളിതിൽ ചെയ്യാതിരിക്കുന്നില്ല, എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ നിന്ന് ലഭിക്കും. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇംഗ്ലീഷിൻ്റെ മാത്രമല്ല എല്ലാ സബ്ജക്ട്സിൻ്റെയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളുടെ വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. സോ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി വരുന്നത് റീഡ് ദ സ്റ്റോറി വൺസ് അഗൈൻ ആൻഡ് ഐഡൻറ്റിഫൈ ദ ഫോളോയിങ് ആണ്. അതിൻ്റെ നമ്മുടെ ഈ സ്റ്റോറി നിങ്ങൾ വായിച്ചിട്ട് ലൊക്കേഷൻ, ക്യാരക്ടേഴ്സ്, തീം എഴുതണം. ലൊക്കേഷൻ വരുന്നത് നമ്മൾ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു, ഈ പാർക്ക് ഇൻ ബെർലിൻ ആണ്. ക്യാരക്ടേഴ്സ് കഫ്ക, ദ ഗേൾ, ദ ഡോൾ, 3 ക്യാരക്ടേഴ്സേ ഉള്ളൂ. തീം എന്താണ്? ലവ് ഫോർ ലോസ്റ്റ് തിങ്സ്, കൺസോളിങ് ആൻഡ് ഹെൽപ്പിംഗ് ദോസ് ഇൻ ഗ്രീഫ്, പ്രിറ്റൻഡിങ് ഇസ് ഗുഡ് ഇഫ് ഇറ്റ് ഹെൽപ്പ് സമ്മൺ ഇൻ പെയിൻ. ഇതാണ് ഇതിൻ്റെ തീം വരുന്നത് കേട്ടോ. അടുത്തത് റീഡ് ദീസ് സെൻറ്റൻസസ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി. 2ാമത്തെ ആക്ടിവിറ്റി ആണ്. ഇറ്റ് വാസ് എ സാറ്റർഡേ ആഫ്റ്റർനൂൺ. കഫ്ക വാസ് വാക്കിംഗ് ത്രൂ എ പാർക്ക് ഇൻ ബെർലിൻ. ഹി മെറ്റ് എ ഗേൾ ഹു വാസ് ക്രൈയിങ് ബിക്കോസ് ഷീ ഹാഡ് ലോസ്റ്റ് ഹർ ഫേവറേറ്റ് ഡോൾ. അപ്പോൾ ഒരു സാറ്റർഡേ വൈകുന്നേരം കഫ്ക പാർക്കിൽ കൂടെ നടക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയെ കാണുന്നു. അവൾ കരയുകയായിരിക്കും. എന്താ കാരണം? അവളുടെ പാവക്കുട്ടീനെ നഷ്ടപ്പെട്ടു കൊണ്ടാണ് അവൾ കരയുന്നത്, പാവ. അപ്പോൾ കഫ്ക കംഫർട്ടഡ് ദ ലിറ്റിൽ ഗേൾ ഹു വാസ് ഇൻ ഗ്രേറ്റ് ഡിസ്ട്രസ്. ഹിയർ ഇസ് എ സ്മോൾ പാർട്ട് ഓഫ് ദം their conversation. അപ്പോൾ നമുക്ക് അവരുടെ കോൺവെർസേഷൻ ഒന്ന് എഴുതി നോക്കാം. കഫ്ക: ഓ ഡിയർ, വൈ ആർ യു ക്രൈയിങ്? എന്തിനാണ് കരയുന്നത്? അപ്പോൾ ലിറ്റിൽ ഗേൾ: മൈ ലെവി, മൈ ഡോൾ. അപ്പോൾ കഫ്ക: ഡോണ്ട് ക്രൈ, യുവർ ഡോൾ ഇസ് നോട്ട് ലോസ്റ്റ്, ഷീ ഹാസ് ജസ്റ്റ് ഗോൺ അവേ ഓൺ എ ട്രിപ്പ്. കരയല്ലേ, നിന്റെ ഡോളിനെ നിനക്ക് നഷ്ടപ്പെട്ടിട്ടില്ല, അതൊരു ട്രിപ്പിന് പോയിരിക്കുകയാണ്. അപ്പോൾ ലിറ്റിൽ ഗേൾ: ഈ ട്രിപ്പ്, ബട്ട് വൈ ഡിഡ്ന്റ് ഷീ ടെൽ മീ? ട്രിപ്പിനോ? പക്ഷെ അവൾ എന്താ എന്നോട് പറഞ്ഞില്ല? അപ്പോൾ കഫ്ക റിപ്ലൈ കൊടുക്കും: ഷീ വാണ്ടഡ് ടു സീ ദ വേൾഡ്. അവൾക്ക് ഈ വേൾഡ് ചുറ്റി കാണണം. ഇൻഫാക്ട് ഷീ വെന്റ് മീ എ ലെറ്റർ ടു ഗീവ് ടു യു. ഷീ സെൻഡ് മീ എ ലെറ്റർ ടു ഗീവ് ടു യു. അവൾ എനിക്കൊരു ലെറ്റർ തന്നിട്ടുണ്ട് നിന്റെ കയ്യിൽ തരാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി ആശ്വസിപ്പിക്കും അല്ലേ. അപ്പോൾ ലിറ്റിൽ ഗേൾ എന്ത് ചോദിക്കുകയാണ്? എ ലെറ്റർ, വാട്ട് ഡസ് ഇറ്റ് സേ? ലെറ്ററോ? എന്താ അതിൽ പറയുന്നത്? അപ്പോൾ കഫ്ക: ഷീ സേ ഷീ ഈസ് ഹാവിങ് എ വണ്ടർഫുൾ ടൈം ആൻഡ് വിൽ റൈറ്റ് ടു യു എവറി ഡേ അബൌട്ട് ഹർ അഡ്വഞ്ചേഴ്സ്. അപ്പോൾ അവളൊരു വണ്ടർഫുൾ ടൈമിലാണ്, അവൾ ഡെയിലി നിനക്ക് ലെറ്റർ എഴുതാം എന്ന് അവൾ പറയുന്നുണ്ട്. ലിറ്റിൽ ഗേൾ: ഓ ഐ എം സോ ഹാപ്പി ഷീ ഈസ് സേഫ്. ഓ ഞാൻ ഇപ്പോൾ ഹാപ്പിയാണ്, അവൾ സേഫായിട്ട് ഇരിക്കുന്നുണ്ടോ? വിൽ യു ബ്രിങ് മീ ദ നെക്സ്റ്റ് ലെറ്റർ ടുമോറോ? നിങ്ങൾ എനിക്ക് അടുത്ത ദിവസം ലെറ്റർ കൊണ്ടുവരുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്കിവിടെ കഫ്കയുടെ ഒരു എണ്ണം കൂടി എഴുതി കൊടുക്കാം കേട്ടോ. ഇവിടെ ഒരു ചോദ്യമായിട്ട് നിൽക്കല്ലേ. അപ്പോൾ കഫ്ക പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഓ ഷുവർ ഡിയർ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഓ ഡെഫിനറ്റ്, ഓ ഷുവർ ഡിയർ എന്ന് ആക്കിയാൽ മതി. ഓക്കെ, ഓ ഷുവർ ഡിയർ കേട്ടോ, അല്ലെ ഷുവർ ഡിയർ, അത്രയായാലും മതി. റെഡി? നെക്സ്റ്റ്, enact the roles of the little girl and Kafka using the conversation prepared. ഇപ്പം നമ്മൾ എഴുതിയ ആ കോൺവെർസേഷൻ വെച്ചിട്ട് നിങ്ങൾ ക്ലാസ്സിൽ കഫ്കയും ആ ലിറ്റിൽ ഗേളുമായിട്ട് അഭിനയിച്ച് കാണിക്കുക കേട്ടോ, ആ സംഭാഷണം അല്ലെങ്കിൽ ആ കോൺവെർസേഷനൊക്കെ ഉപയോഗിച്ചുകൊണ്ട്. അടുത്ത ആക്ടിവിറ്റി വരുന്നത് റീഡ് ദി സെൻറ്റൻസസ് ടേക്കൺ ഫ്രം ദി സ്റ്റോറി. ദ ഗേൾ കണ്ടിന്യൂഡ് ടു റിസീവ് ലെറ്റേഴ്സ് ഫ്രം ദി ഡോൾ. ഷീ റോട്ട് അബൌട്ട് ഹർ അഡ്വഞ്ചേഴ്സ് ഇൻ ഡീറ്റെയിൽ. ദ ലെറ്റേഴ്സ് ഡിലൈറ്റഡ് ദ ഗേൾ. ദിസ് വെൻറ്റ് ഓൺ ഫോർ സം ടൈം. അപ്പോൾ ആ ലെറ്റർ കിട്ടിക്കൊണ്ടേയിരുന്നു ഡോളിൽ നിന്ന്. അതായത് ആ ഡോളിൻ്റെ അഡ്വഞ്ചേഴ്സൊക്കെയാണ് ആ ലെറ്ററിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ലെറ്റേഴ്സ് ആ ഗേളിനെ ഭയങ്കരമായിട്ട് ഹാപ്പി ആക്കി. ഇത് കുറച്ചു കാലം ഇങ്ങനെ തുടർന്നു. ആഫ്റ്റർ റീഡിങ് ദ ലെറ്റേഴ്സ് ഫ്രം ദി ഡോൾ, ദ ഗേൾ വാസ് ഈഗർ ടു സീ ഹർ. അപ്പോൾ ആ ലെറ്റേഴ്സ് എല്ലാം വായിച്ചതിന് ശേഷം ആ പെൺകുട്ടിക്ക് ആ ഡോളിനെ കാണണം എന്നുള്ള ആശ കൂടിക്കൂടി വന്നു. ഷീ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ബട്ട് ദ ഡോൾ ഡിഡ്ന്റ് ടേൺ അപ്പ്. പക്ഷേ ഡോൾ തിരിച്ചു വന്നില്ല. സോ ഷീ ഡിസൈഡഡ് ടു പുട്ട് ഹർ തോട്ട്സ് ആൻഡ് ഇമോഷൻസ് ഇൻ ഹർ ഡയറി. അപ്പോൾ അവളുടെ ഇമോഷൻസും അവളുടെ ചിന്തകളും ഒക്കെ ഡയറിയിൽ എഴുതുകയാണ്. ആ ഡയറി നമുക്കൊന്ന് എഴുതി നോക്കാം. റൈറ്റ് ദ ഡയറി എൻട്രി ഓഫ് ദ ഗേൾ. അപ്പോൾ എപ്പോഴും ഡയറി എഴുതുമ്പോൾ നമ്മൾ ഒരു ഡേറ്റ്
എഴുതിയിട്ട് ഒരു ദിവസം, അതായത് ഒരു ഡേ ആൻഡ് ഡേറ്റ് കൊടുക്കുക കേട്ടോ, മന്തും. ഇവിടെ Thursday 18 July അവർ തന്നെ തന്നിട്ടുണ്ട്, അപ്പം നമ്മളത് മാറ്റണ്ട, അത് തന്നെ കൊടുക്കുക. അപ്പം നമുക്ക് നോക്കാം. Today also I got a letter from my missing doll Levi. എൻ്റെ മിസ്സിംഗ് ഡോൾ ലെവിയിൽ നിന്ന് ഇന്നും എനിക്കൊരു ലെറ്റർ കിട്ടി. റീഡിങ് അബൌട്ട് ഹർ ഗ്രാൻഡ് അഡ്വെഞ്ചേഴ്സ് ആൻഡ് ഓൾ ദ പ്ലേസസ് ഷീ ഹാസ് സീൻ ബ്രിങ്സ് മീ സോ മച്ച് ജോയ്. അവളുടെ സാഹസികമായിട്ടുള്ള യാത്രയെക്കുറിച്ചുള്ള കാര്യങ്ങളും അവൾ വിസിറ്റ് ചെയ്ത സ്ഥലങ്ങളെക്കുറിച്ചും ഒക്കെ ഞാൻ അറിയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എവറി ടൈം എ ന്യൂ ലെറ്റർ അറൈവ്സ് ഐ ഫീൽ ലൈക്ക് ഐ എം റൈറ്റ് ദെയർ വിത്ത് ഹർ. ഓരോ തവണയും അവളുടെ ലെറ്റർ വരുമ്പോൾ ഞാൻ കരുതുന്നത് ഞാൻ അവളുടെ കൂടെ അവിടെ ഉണ്ട് എന്നാണ്. However, as much as I love her letters, I miss her terribly. അവളുടെ കത്തുകളെ ഞാൻ എത്രത്തോളം സ്നേഹിക്കുന്നു അത്രത്തോളം ഞാൻ അവളെ മിസ് ചെയ്യുന്നുണ്ട്. I waited and waited today, hoping she would finally turn up and tell me these stories in person. അപ്പം ഞാൻ എന്താണ് കരുതുന്നത്, ഞാൻ ആശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ തിരിച്ചു വരും ഒരു ദിവസം, എന്നിട്ട് ഇതൊക്കെ ഈ സ്റ്റോറീസൊക്കെ കത്തുകളിലൂടെ അല്ലാതെ നേരിട്ട് എന്നോട് പറയുമെന്നാണ് ഞാൻ ആശിക്കുന്നത്. ബട്ട് ഷീ ഡിഡ്ന്റ് കം. പക്ഷെ അവൾ ഡോള് വന്നില്ല. മൈ ഹേർട്ട് ഫീൽസ് സോ ഫുൾ ഓഫ് മിക്സഡ് ഇമോഷൻസ്. എൻ്റെ ഹൃദയം മൊത്തത്തിൽ മിക്സഡ് ഇമോഷൻസ് ആണ്. എക്സൈറ്റ്മെൻറ്റ് ഫ്രം ഹർ സ്റ്റോറീസ് ബട്ട് ഓൾസോ ലിങ്കറിങ് സാഡ്നെസ് ബിക്കോസ് ഷീ സ്റ്റിൽ എവേ. ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടെങ്കിലും ഇപ്പോൾ ഒരു സാഡ്നെസ് ഉണ്ട്, കാരണം എന്താ, അവൾ എൻ്റെ അടുത്ത് ഇല്ല. ഐ പ്രേ ഗോഡ് ടു മേക്ക് മൈ ലിവി കം ബാക്ക് ടു മീ ആസ് ഏർലി ആസ് പോസിബിൾ ആസ് ഐ കാൺ സ്റ്റാൻഡ് ഹർ ആബ്സെൻസ് എനിമോർ. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ലിവി തിരിച്ചു വരാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ. ഐ കാൺ സ്റ്റാൻഡ് ഹർ ആബ്സെൻസ് എനിമോർ. എനിക്കിനി അവളില്ലാതെ ഇരിക്കാൻ പറ്റില്ല കൂടുതൽ എന്നാണ് നമ്മൾ ഈ ഡയറിയിൽ എഴുതിയിരിക്കുന്നത്. ഡയറി നിങ്ങൾക്ക് ലാസ്റ്റ് ചുരുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഹിയർ ഈസ് എ ലെറ്റർ റിട്ടേൺ ബൈ ദ ഡോൾ ടു ദ ഗേൾ, റീഡ് ഇറ്റ്. അപ്പോൾ ഇവിടെ ഒരു ലെറ്റർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഡോള് ഗേളിന് എഴുതണം, ഡോളാണ് ഗേളിന് എഴുതണം കേട്ടോ. ഡിയർ ഇർമ, ഹൗ ആർ യു? ഹോപ്പ് യു ഗോട്ട് ഓൾ മൈ ലെറ്റേഴ്സ് ആൻഡ് എൻജോയ്ഡ് റീഡിങ് ദം. ആ ഗേളിനുള്ള പേരാണ് ഇർമ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിനക്ക് എൻ്റെ ലെറ്റേഴ്സ് എല്ലാം കിട്ടിയല്ലോ, നീ അതെല്ലാം വായിച്ച് എൻജോയ് ചെയ്യുന്നില്ലേ? ഹൗ ക്യാൻ ഐ ഫർഗെറ്റ് ദോസ് ഹാപ്പി ഡേയ്സ് വിത്ത് യു? ഇറ്റ് വാസ് ഫ്രം യു ഐ ഫസ്റ്റ് ഫെൽറ്റ് മദേഴ്സ് ലവ്. യു bathed me, dressed me, carried me in your arms and made a bed for me. You were always busy with sewing clothes for me, taking me everywhere you went and feeding me. How I wish you were with me now. It is such fun here. When shall we meet again? With lots of love, yours Levi. ഇത് ആ പാവ ഈ ഗേളിന് എഴുതുന്ന ലെറ്ററാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇമാജിൻ യു ആർ ഇർമ, നിങ്ങളാണ് ഇർമയെങ്കിൽ ആ ഇർമയാണ് ഈ പെൺകുട്ടിയുടെ പേര് കേട്ടോ. റൈറ്റ് എ റിപ്ലൈ ടു ലെവി. ലെവിക്ക് നിങ്ങളൊരു റിപ്ലൈ ലെറ്റർ എഴുതുക പാവയ്ക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ലെറ്റർ നോക്കാം. അപ്പോൾ നമ്മൾ ബെർലിൻ ആണ്, 3rd Street ബെർലിൻ എന്ന് കൊടുക്കുക. ഇത് ബെർലിൻ തന്നെയാണ്, ബെർലിൻ എന്ന് കൊടുത്താൽ മതി. ഡേറ്റ് കൊടുക്കുക. Dear Levi, I was so happy to receive your letter. It made me think of all those wonderful days we spent together. I miss you very much too. I still remember how much fun I had sewing those little clothes for you and making sure you are cozy in your bed. Those are memories I will always keep close to my heart. Please don't be sad. Even though we are apart right now, I am thinking of you every day. I hope we can see each other again soon, very soon. Until then, stay happy and know that I love you. With loads of love, Irma. അപ്പോൾ ആ ലെറ്ററിന് ഒരു റിപ്ലൈ ലെറ്റർ ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അടുത്തത്, വാട്ട് ഇഫ് ഇർമ വർ ലിവിങ് ഇൻ അവർ ടൈംസ്? ക്ലോസ് യുവർ ബുക്ക് ആൻഡ് ലിസൺ ടു യുവർ ടീച്ചർ. അപ്പോൾ ഇത് നിങ്ങൾ ഈ വുഡ് കുഡ് ഒക്കെ വരുന്ന ഗ്രാമർ പോർഷനാണ്, നമുക്ക് അതിൻ്റെ നോക്കാം. Now read the passage, pick out the sentences with words in italics and write them below. കണ്ടല്ലോ, അതിൽ നമുക്കിപ്പോൾ നമ്മളിവിടെ കണ്ട ആ കുഡ് വുഡൊക്കെ കണ്ടോ, ഈ ബ്ലാക്ക് ബോൾഡ് ലെറ്റേഴ്സിൽ എഴുതിയിരിക്കുന്നത്. ഇത് നമ്മളൊന്ന് സെൻറ്റൻസിൽ എടുത്ത് എഴുതിയാൽ മതി. അതാണ് നമ്മുടെ ആക്ടിവിറ്റി വരുന്നത്. അപ്പോൾ ആദ്യം, ഇൻ ദ ഈവനിങ് ഷീ വുഡ് ഗോ സൈക്ലിംഗ്, ഷീ കുഡ് റൈഡ് ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് ഗെറ്റിംഗ് ടയർഡ്. അവിടെയും കുഡ് വന്നു കണ്ടോ. Early in the morning, she would have great fun drawing and painting, but as time went on, she found she could not take her eyes off the screen. When she started using her smartphone, she would scroll through social media, watch videos and play games for hours. ഇത് അടുത്ത പോയിന്റ് ആണ് കേട്ടോ. Irma's mother noticed that she thought Irma should not let herself be carried away by the smartphone.
അടുത്തത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് സൂട്ടബിൾ സെൻറ്റൻസസ് ഫ്രം ദ എബവ് ആണ്. മേലെ തന്നിരിക്കുന്നത് വെച്ചിട്ട് നമ്മൾ ഷുഡ് വുഡ് കുഡൊന്ന് എടുത്ത് എഴുതണം. ഷുഡ് ടു റെഫർ ടു ഡ്യൂട്ടി ഓർ ഒബ്ലിഗേഷൻ ആണ്. അപ്പോൾ അവിടെ സ്പെൻഡിങ് ടൈം ഔട്ട്ഡോർസ് ആൻഡ് എൻജോയിങ് റിയൽ ലൈഫ് മൊമെൻറ്റ് ഷുഡ് ബി ജസ്റ്റ് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് ദ ഡിജിറ്റൽ വേൾഡ് ടു ഹെർ എന്നുള്ളത് നമുക്കവിടെ ഷുഡ് വെച്ചിട്ടുള്ളത് വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഷുഡ് വെച്ചിട്ടുള്ളത് എഴുതണം. അത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ എടുക്കേണ്ടി വരും. ഇതാണ് എടുക്കേണ്ടത് കേട്ടോ. ഇർമാസ് മദർ നോട്ടീസ്ഡ് ദിസ് ആൻഡ് ഷീ തോട്ട് ഇർമ ഷുഡ് നോട്ട് ലെറ്റ് ഹെർസെൽഫ് ബി ക്യാരിഡ് അവേ ബൈ ദ സ്മാർട്ട് ഫോൺ ആണ്. അപ്പോൾ ആ രണ്ടെണ്ണം നിങ്ങൾ അവിടെ നിന്ന് എടുത്ത് എഴുതുക. അത് ഞാൻ അവിടെ എഴുതിയിട്ടില്ല, അത് മിസ് ചെയ്തിട്ടുണ്ട് അവിടെ എഴുതുന്നത്. അപ്പോൾ അതൊന്ന് നിങ്ങൾ എഴുതണേ. അപ്പോൾ വുഡ് വെച്ചിട്ടുള്ളത് എഴുതാം. In the evening she would go cycling. Early in the morning she would have great fun drawing and painting. Once she started using her smartphone, she would scroll through social media, watch videos and play games for hours. Could വെച്ചിട്ട് to refer to past ability ആണ്. She could ride for a long time without getting tired. But as time went on, she found she could not take her eyes off the screen. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് ഷുഡ് വെച്ചിട്ട് നിങ്ങൾ ആ സെൻറ്റൻസ് എടുത്ത് എഴുതിയാൽ മതി കേട്ടോ. അത് എഴുതാൻ വിട്ടുപോയതാണ് അവിടെ. അടുത്തത് റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി. നോട്ടീസ് ദ വേർഡ്സ് ഇൻ ഇറ്റാലിക്സ്. ഇവിടെയും നോക്കൂ, ആ ഇറ്റാലിക്സിലുള്ള ഹൂ, അതുപോലെ തന്നെ വിച്ച്, ദാറ്റ്, ഹൂ, ദാറ്റ് ഇങ്ങനെയുള്ള വേർഡ്സ് കണ്ടല്ലോ. ഇത് വെച്ച് ചെയ്യേണ്ടതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. നോക്കൂ, യൂസ് ദ വേർഡ്സ് ഇൻ ഇറ്റാലിക്സ് ടു കംപ്ലീറ്റ് ദ ഫോളോയിങ് കോൺവെർസേഷൻ ബിറ്റ്വീൻ ദിയ ആൻഡ് മിലൻ. ദിയും മിലനും തമ്മിലുള്ള കോൺവെർസേഷൻ ദാറ്റ്, വിച്ച്, ഹൂ വെച്ച് നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ഡാഷ് ഫില്ല് ചെയ്യാൻ പോണതാണ്. നമുക്ക് വായിക്കാം. ഹേ, ഹാവ് യു ഹേർഡ് ഓഫ് ദ എർത്ത് ഹീറോസ് ക്ലബ്? എർത്തിൻ്റെ ഹീറോ ക്ലബിനെ കുറിച്ച് കേട്ടിരുന്നോ? നോ, വാട്ട്സ് ദാറ്റ്? എന്താണത്? അപ്പോൾ അടുത്തത്, ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് കിഡ്സ് who are really passionate about environment conservation. Who ആണ്? That sounds cool. Who can join? ആർക്കൊക്കെ ജോയിൻ ചെയ്യാം? Anyone. Who ആണ്? Anyone who wants to make a difference. Everyone can play a part in taking care of our planet, they say. That's really smart. Do they do anything else? They convinced the shopkeepers to give up plastic bags which are harmful to the environment. That's a big achievement. How can I get involved? You can attend their meetings which they hold every Friday after school. I'm excited to join. Thanks for telling me about the club. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ആക്ടിവിറ്റീസിൽ വരുന്നത്. ആക്ടിവിറ്റീസ് എല്ലാം ഇവിടെ പൂർണ്ണമാവുകയാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കമൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് അറിയിക്കുക. തുടർന്നും വാച്ച് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.